സാറ് സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ, എന്തുകൊണ്ടാണ് ഇപ്പം ഈ പാഴ്സൽ കറക്റ്റ് സമയത്ത് കിട്ടാത്തത്? എൻ്റെ ഓഫീസറുണ്ട്, അദ്ദേഹം പറയും. അല്ല, ഇപ്പം KSRTC-യിലല്ലേ ജീവൻ 16 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല. അല്ല, ഇത് KSRTC ആണോ നടത്തുന്നത് അതോ വേറെ കമ്പനിയാണോ? സാറിന് ഈ KSRTC-യിൽ ഇവിടുത്തെ ഓഫീസറല്ലേ? അപ്പോൾ അതിന് ഈ കമ്പനിക്കാരാണോ അതിന് ഉത്തരവാദി അതോ നിങ്ങൾ KSRTC ജീവനക്കാരാണോ ഉത്തരവാദി? കേരളത്തിലെ ഗതാഗത വകുപ്പിൻ്റെ ഒരു പരിഷ്കാരം എന്നുള്ള നിലയിൽ KSRTC-യിൽ മറ്റൊരു വരുമാന മാർഗത്തിൽ പല മാർഗങ്ങൾ കണ്ടെത്തുന്നുവെങ്കിലും അതിലൊരു മാർഗത്തിലായിരുന്നു ഈ കൊറിയർ അയച്ചുകൊണ്ട് പൈസ സമ്പാദിക്കുക, കൊറിയർ കൊണ്ട് ലാഭത്തിലാക്കുക KSRTC. അങ്ങനെ അതിനുവേണ്ടി കേരളത്തിൽ എവിടെ ആയാലും 16 മണിക്കൂർ കൊണ്ട് കൊറിയർ കൊടുത്തു കഴിഞ്ഞാൽ 16 മണിക്കൂർ കൊണ്ട് നമ്മൾ എവിടാണോ അയക്കുന്നത് ആ സ്ഥലത്ത് കൊറിയർ സാധനം എത്തിക്കുമെന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം അതിനോട് ആകർഷണമായിക്കൊണ്ട് എല്ലാ ബസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലും കൊടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു വരികയായിരുന്നു. ഏകദേശം അത് ഭംഗിയായി നടന്നുകൊണ്ട് വരികയാണ് എന്നുള്ളൊരു ബോധ്യവും ജനങ്ങൾക്ക് വധിക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേരളത്തിലെ ഈ കൊറിയർ സംവിധാനമെല്ലാം KSRTC-യിലെ ജീവനക്കാരും KSRTC ഉദ്യോഗസ്ഥരുമാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത് മറ്റൊരു കമ്പനി, ആന്ധ്രയിലുള്ള ഏതോ ഒരു കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അവരാണിപ്പോൾ നിരുത്തരവാദപരമായിട്ട് കേരളത്തിലെ KSRTC ബസ് ഉപയോഗിച്ച് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആന്ധ്രയിൽ നിന്നുള്ളൊരു കമ്പനി ലാഭം കൊയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടെന്നാണ് നമ്മളോട് ഇവിടുത്തെ ജീവനക്കാരുൾപ്പെടെ പറയുന്നത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേഷൻ മാസ്റ്റർ ആവട്ടെ മറ്റുള്ള ഓഫീസറാവട്ടെ അവർക്കൊന്ന് സംസാരിക്കാൻ പേടി കൊണ്ടാണോ ഭയപ്പാട് കൊണ്ടാണോ അവർ നമ്മളോട് സംസാരിക്കുന്നില്ല. 16 മണിക്കൂറെന്നാണ് ഈ ബോർഡ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത കൺസൈൻമെൻറ്റാണ് നമ്മുടെ കൺസൈൻമെൻറ്റ്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നപ്പോൾ കാണാം 2 പേര് ഇവിടെ ഇരിക്കുന്നു. അവർ പറഞ്ഞ് അവരിവിടെ ഉള്ളവരല്ല, തിരുവനന്തപുരത്ത് നിന്ന് താൽക്കാലികമായിട്ട് വന്നവരാണ്. അവർ കാല് പിടിച്ചു. അല്ല, ഇതിൻ്റെ ആൾക്കാരെന്ത് അവർ ഓടി ഒളിക്കുന്നത്? സാറേ ഇന്ന് കേട്ടു സാറേ, കേൾക്കാനുള്ള എന്തെങ്കിലും കാണിക്കും സാറേ. ഞാനത് കൊടുത്തിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഇത് കിട്ടാത്തതുകൊണ്ട് ഇന്നലെ പല പ്രാവശ്യം വിളിച്ചിട്ട് ഇതിനുള്ള ഫോൺ എടുത്തില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ സാധനം മേശപ്പുറത്തിരിപ്പുണ്ട്. അപ്പോഴാ പാവം ആ ജീവനക്കാർ പറയുന്നത് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതാ, തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാ, ഞങ്ങൾക്കിത് അറിയത്തില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കാമെന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്പർ 1 മണിക്കൂറിനെങ്കിലും അത് അയക്കണേ എന്ന് സാറിന് സാറ് കേൾക്കുന്നത് 1 മണിക്കൂറിനെങ്കിലും അയക്കണേന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ഉടനെ അയക്കാമെന്ന് പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ട് ഞാൻ പോയി. വൈകിട്ട് വിളിച്ചപ്പോൾ ഇല്ല, വിട്ടില്ല, ചേർത്തലയ്ക്കുള്ള വണ്ടി 7 മണിക്കേ ഉള്ളൂ, അന്നേരം ഞങ്ങൾ കയറ്റി വിടാമെന്ന് പറഞ്ഞു. രാത്രി നോക്കിയപ്പോൾ കാണാം അത് പോയിട്ടില്ല, ഇവിടെ തന്നെ നോക്കിയപ്പോഴും പോയിട്ടില്ല. ഞങ്ങൾ എന്ത് വേണം, 45 മണിക്കൂർ കഴിഞ്ഞു ആ സാധനം അവിടെ കിട്ടിയപ്പോൾ. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ ഒരു പ്രക്ഷോഭ പരിപാടി നടത്തുന്നു കേരളം ഒട്ടേക്ക്. അതിൻ്റെ ഒരു പോസ്റ്റർ മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ടുകൊടുത്ത് പല ജില്ലകളിലേക്കുള്ളത് മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് കൊണ്ടുകൊടുത്തിട്ട് ഇന്നലെ ഉച്ച വരെ ഒന്നും ഒന്നും എങ്ങും എത്തിയില്ല. അങ്ങനെ ഞാനിവിടെ ഒന്ന് നോക്കിയപ്പോൾ കാണാം നമ്മുടെ കൺസൈൻമെന്റ് എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിന്റെ 16 മണിക്കൂർ കൊണ്ട് എല്ലായിടത്തും കിട്ടുമെന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിവിടെ 45 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടിയോ? ഇപ്പം ഇന്ന് കാലത്ത് ഇതാണ്ട് 10 മണി കഴിഞ്ഞപ്പം ഒരാൾ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ കൺസൈൻമെന്റ് ചേർത്തല എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് 45 മണിക്കൂർ കഴിഞ്ഞപ്പം നമുക്ക് അത്യാവശ്യമായിട്ടിടുന്ന ഒരു നമ്മൾ വിശ്വസിച്ച് KSRTC-യുടെ ഒരു സ്ഥാപനമല്ലേ എന്ന് കരുതി നമ്മളിവിടെ കൊണ്ട് കൊടുത്തതാണ്. പക്ഷേ 45 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ല. അത് ചോദിക്കാൻ ഇന്നലെ വന്നപ്പോൾ അവർ പറഞ്ഞ് ഇതിവിടെ ആളില്ല, തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കയറ്റി വിടാമെന്ന് പറഞ്ഞു. വൈകിട്ട് വിളിച്ചപ്പോഴും പറഞ്ഞ് അത് ചേർത്തലയുടെ വണ്ടി വൈകുന്നേരമുള്ള അത് കയറ്റി വിടാമെന്ന് പറഞ്ഞു. രാത്രി 12 മണിക്ക് ഞാൻ ഇത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അന്നേരം ഇത് കൊടുത്തിട്ടില്ല. ഇന്ന് കാലത്ത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോഴും കൊടുത്തിട്ടില്ല. 10 മണി കഴിഞ്ഞപ്പോഴാണത് എത്തുന്നത്. എന്തിനാ ഈ 16 മണിക്കൂറൊന്നും ഇവിടെ എഴുതി വെച്ചിട്ട്? ഈ മന്ത്രി കയറി വണ്ടിയിൽ വെള്ളക്കുപ്പി പിടിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ, അപ്പോൾ അവർക്ക് ഇതിനൊന്നും ഉത്തരവാദിത്വം ഇല്ലയോ? അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പണ്ട് അല്ല, ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് KSRTC ജീവനക്കാരും നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതോ ആന്ധ്രയിലെങ്ങാണ്ടുള്ള സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്നാണ് സ്റ്റേഷനിൽ അസ്ത്രമില്ലായിരുന്നു അവിടുത്തെ ജീവനക്കാർ നമ്മളോട് പറഞ്ഞത്. ഇപ്പം വേറെ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇത് KSRTC വാഹനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള കമ്പനിക്കാർ ലാഭം ഉണ്ടാക്കാനുള്ള KSRTC-യുടെ ഒരു വിശ്വാസത്തിലാണ് നമ്മളിവിടെ കൊണ്ടു കൊടുത്തത്. പക്ഷേ 45 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സാധനം കിട്ടിയത്, ഞാൻ കൊടുത്ത കൺസൈൻമെൻറ്റ് കിട്ടിയത്.
എൻ്റെ റെസീറ്റ് കൊടുത്തത് തിരിച്ചു തരാതെ അവർ പിന്നെ ഇപ്പം കഥവും പൂട്ടി പോയിരിക്കുകയാണ്, ക്ലോസ്ഡ് എന്നുള്ള ബോർഡും വെച്ചിട്ട്. എന്ത് ഉത്തരവാദിത്തമായി KSRTCക്കുള്ളത്? ഒരു പിന്നെ വണ്ടിയിലെ കണ്ട ഒരു കുപ്പി വെള്ളം, ഒരു കുപ്പി വെള്ളം കിടന്നതിന് എന്തിനാണ് പറയുന്നത്? അത് പോട്ടെ. നല്ല രീതിയിൽ KSRTC ജീവനക്കാർ ഒത്തൊരുമയോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊറിയർ സംവിധാനമാണ് ഇപ്പോൾ താറുമാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 16 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ എവിടെയും കിട്ടുമെന്ന് പറഞ്ഞ ആ കൊറിയർ ഏതാണ്ട് 45 മണിക്കൂറിന് ശേഷമാണ് കിട്ടിയിരിക്കുന്നത്. അത്തരത്തിൽ വീഴ്ചയാണ്. ഇന്നിപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് മുതൽ ബുക്കിംഗ് ഇല്ല. അവർക്ക് ഇഷ്ടം പോലാണ് നടത്തുന്നത്. നമ്മുടെ KSRTCയിലുള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആന്ധ്രയിൽ പോലുള്ള മറ്റേതോ കമ്പനികളാണ് നടത്തുന്നത്. ഇതിന് എന്തുമാത്രം അഴിമതി നടത്തുന്നുണ്ട്. മന്ത്രി ഡ്രൈവർമാരെ ആക്ഷേപിക്കുകയും ഡ്രൈവർമാരെ ഇറക്കി സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്ത ഉത്തരവ് ഇന്ന് ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യത്തിൽ മന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ആളല്ല. ഇവിടെ കോടതികളും നിയമങ്ങളുമുണ്ട്. ഇന്ന് വെള്ളം കുടിച്ച കുപ്പി വാഹനത്തിൻ്റെ ഗ്ലാസിൻ്റെ മുമ്പിലിട്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി ഒരു ഡ്രൈവറെ ആക്ഷേപിക്കുകയും അയാളെ ചെയ്തിരുന്ന ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. അയാൾ എവിടെയാണോ ജോലി ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ ജോലി ചെയ്യണം. മന്ത്രിയുടെ ചെവുക്കുറ്റിക്ക് അടി കൊടുക്കുന്ന രീതിയിലാണ് ഇന്ന് കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഉത്തരവ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ ധാർഷ്ട്യപരമായിട്ട് മന്ത്രിയാണെന്ന നിലയിൽ ജീവനക്കാരെ ആക്ഷേപം നടത്തുന്നത് ഒരിക്കലും അത് ശരിയുള്ള കാര്യമല്ല. അതെന്തായാലും അതിനുള്ള ഉത്തരവ് ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ വന്നിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ 16 മണിക്കൂർ എന്ന് പറഞ്ഞ് പല പാഴ്സലുകളും അവർക്ക് സമയം പ്രാധാന്യം അനുസരിച്ച് കൊണ്ട് തന്നെ ആ സ്ഥലത്തെത്തെങ്കിൽ മാത്രമേ ആ പാഴ്സൽ കൊണ്ട് ഇവിടെ നിരവധി കമ്പനികൾ നമ്മുടെ കേരളത്തിലും ഒക്കെ ഉണ്ട് കൊറിയർ സർവീസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ട് കൊറിയർ സംവിധാനം കടത്താൻ അല്ലെങ്കിൽ കൊറിയർ ഈ KSRTC ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ആരാണ് അനുവാദം കൊടുത്തത്? എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്? KSRTC ജീവനക്കാർ അവർ ആത്മാർത്ഥമായിട്ട് ഇത് രക്ഷപ്പെടാൻ വേണ്ടി അവരും കൂടെ ചേർന്ന് നിന്നാണ് ഈ കൊറിയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവരാണ് നടത്തുന്നുള്ള രീതിയിൽ മറ്റേതോ കമ്പനിയാണ് നടത്തുന്നതാണ് നമുക്കിവിടെ നിന്ന് അവിടുത്തെ ജീവനക്കാരുടെ മുൻപിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങളിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ വന്നാൽ നടത്തുമെന്നുള്ള രീതിയിൽ വൻ അഴിമതി തന്നെയാണ് ഈ കൊറിയറിൽ കൂടെ പുറത്തു വരാനിരിക്കുന്നത്. എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും മാറണം. ജനങ്ങളെ സേവിക്കാനുള്ളതും ഈ സ്ഥാപനം നന്നാവേണ്ടതും ഈ നാടിൻ്റെയും കേരളത്തിലെയും ജീവനക്കാരുടെയും ആവശ്യമാണ്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.